വാർത്തകൾ തുടരുന്നു. എറണാകുളം തിരുവാങ്കുളത്ത് അമ്മ പുഴയിലെറിഞ്ഞു കൊന്ന 3 വയസ്സുകാരി കല്യാണിക്ക് കണ്ണീരോടെ വിട. തിരുവാണിയൂർ ശ്മശാനത്തിൽ സംസ്കരിച്ചു. കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിൽ അമ്മ സന്ധ്യയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കല്യാണിയുടേത് മുങ്ങിമരണമാണ് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സന്ധ്യ മുൻപും കുട്ടികളെ ക്രൂരമായി ഉപദ്രവിക്കാറുണ്ട് എന്ന് ഭർത്താവ് സുഭാഷ് പോലീസിന് മൊഴി നൽകി. വിനയരാജ് വിവരം നൽകുന്നു. സംസ്കാര ചടങ്ങുകളിൽ ആരൊക്കെ പങ്കെടുത്തു? നിയമപരമായ നടപടികൾ ഇനി എന്തൊക്കെയാണ് ബാക്കി? എന്തായാലും കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് മൃതദേഹം പിതാവിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. വളരെ വികാരഭരിതമായിട്ടുള്ള കാഴ്ചകൾ തന്നെയായിരുന്നു നമുക്ക് വീട്ടിൽ നിന്നും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം 1 മണിക്കൂറോളം വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചു. ഉച്ചവരും ഉടയവരും ബന്ധുക്കളും സഹോദരങ്ങളും അടക്കം തന്നെ അവസാനമായി ഒരു നോക്ക് കല്യാണിയെ കാണാൻ വേണ്ടി എത്തിയിരുന്ന കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു പക്ഷെ പറയുകയാണെങ്കിൽ ഒരു നാടിന്റെ തന്നെ സ്നേഹം വാങ്ങിയാണ് കുട്ടി പോയത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. തുടർന്ന് വീട്ടിലെ പൊതുദർശനത്തിന് ശേഷമാണ് മൃതദേഹം അടുത്തുള്ള പൊതുശ്മശാനത്തിൽ കൊണ്ടുപോയി സംസ്കരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പൊതുശ്മശാനത്തിലടക്കം തന്നെ വലിയ ആളുകളുടെ ഒരു ആളുകളുടെ ജനക്കൂട്ടം തന്നെയായിരുന്നു കാണാനുണ്ടായിരുന്നത്. നിരവധി ആളുകൾ അവസാനമായി കല്യാണിയെ കാണാൻ വേണ്ടി പൊതുശ്മശാനത്തിൽ അടക്കം എത്തിയിട്ടുണ്ടായിരുന്നു. ഇത്രയും കല്യാണിക്ക് വിട ചൊല്ലിയിരിക്കുകയാണ്, കണ്ണീരോടെ വിട ചൊല്ലിയിരിക്കുകയാണ് നാട് എന്ന് തന്നെ പറയാൻ സാധിക്കും. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കല്യാണിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം പുറത്തു വന്നിരുന്നു. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മുങ്ങിമരണമാണ് എന്നാണ് ഈ പോസ്റ്റ്മോർട്ടത്തിൽ അടക്കം വ്യക്തമാക്കുന്നത്. ഈ ആന്തരാവയവങ്ങളിലടക്കം തന്നെ വെള്ളം കയറിയാണ് കുട്ടി മരിച്ചത് എന്നാണ് വ്യക്തമായിരിക്കുന്നത്. അതേസമയം തന്നെ അമ്മ സന്ധ്യയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും ഇന്നലെ മുതൽ ഇന്ന് ഈ നിമിഷം വരെ സന്ധ്യയെ പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണ്, ചോദ്യം ചെയ്ത് വരിക തന്നെയാണ് ചെയ്തത്. എന്നാലും ഒരു കൂസലുമില്ലാതെയാണ് സന്ധ്യ മറുപടി പറയുന്നത് എന്ന് തന്നെയാണ് ഏവരെയും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. 35 വയസ്സായി, 13 വർഷമായി കല്യാണം കഴിഞ്ഞ് 3.5 വയസ്സ് മാത്രമാണ് കല്യാണിക്ക് പ്രായമുള്ളത്. എന്തിനാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയത് എന്ന ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. അതിനിപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല. ആ ഉത്തരത്തിന് വേണ്ടിയുള്ള അന്വേഷണത്തിൽ തന്നെയാണ് പോലീസ് ആണെങ്കിലും നമ്മളെ പോലെയുള്ള ആളുകളാണെങ്കിലും. എന്തിനാണ് ഈ ഒരു ക്രൂര കൊലപാതകം നടത്തിയത്, എന്തിനാണ് ഈ പിഞ്ചു കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്ന ചോദ്യമാണ് ഇപ്പോഴും ബാക്കി നിൽക്കുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ സന്ധ്യയെ ചോദ്യം ചെയ്തു വരികയാണ്. അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും തെളിവെടുപ്പും മറ്റും നടത്തുക എന്നും മനസ്സിലാക്കുന്നുണ്ട്. പ്രധാനമായും പറയുകയാണെങ്കിൽ പോലീസ് അടക്കം പറയുന്നതനുസരിച്ചാണെങ്കിൽ സന്ധ്യയ്ക്ക് ഇതുവരെയും ഒരു കുറ്റബോധം തോന്നിയിട്ടില്ല. സ്വന്തം മകളെ കൊലപ്പെടുത്തുമ്പോഴും ഒരു കുറ്റബോധം ഇതുവരെയും തോന്നിയിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് അടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം. എന്തിനാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയതെന്ന് ചോദിച്ചപ്പോഴും ഞാൻ കൊന്നു, അത് മാത്രമാണ് സന്ധ്യയുടെ ഭാഗത്ത് നിന്നും വരുന്ന ഒരു മറുപടി എന്ന് പറയുന്നത്. മറ്റെന്തെങ്കിലും പ്രശ്നമാണോ എന്നടക്കം തന്നെ ചോദിക്കുമ്പോഴും താൻ കൊന്നു എന്നൊരൊറ്റ വാക്കിൽ ഉത്തരം അവസാനിപ്പിക്കുകയാണ് സന്ധ്യ ചെയ്യുന്നത്. പോലീസ് അടക്കം തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കുടുംബ പ്രശ്നമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന രീതിയിലുള്ള അന്വേഷണങ്ങൾ അടക്കം തന്നെ നടത്തുന്നുണ്ട്. ഈ കൊലപാതകം നടന്നതിന് ശേഷം തന്നെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പലരും പറയുന്നു കുടുംബ പ്രശ്നമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന്, പലരും പറയുന്നു മാനസിക പ്രശ്നമുള്ള ആളാണ് സന്ധ്യ എന്ന്. എന്നാൽ എന്താണ് ഇതിനുള്ള ഉത്തരം എന്നത് ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. സന്ധ്യയുടെ അമ്മയാണെങ്കിലും ഭർത്താവാണെങ്കിലും പറയുന്ന ഒരു കാര്യം, സന്ധ്യയ്ക്ക് യാതൊരു തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുമില്ല എന്നാണ് ഭർത്താവ് അടക്കം പറയുന്നത്. സന്ധ്യയ്ക്ക് ബുദ്ധി കൂടുതലാണ് എന്നടക്കം ഭർത്താവ് പറയുന്നുണ്ട്. കുടുംബ പ്രശ്നമാണോ ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത്, അല്ലെങ്കിൽ കുടുംബ പ്രശ്നമുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോഴും ഞങ്ങൾ തമ്മിൽ യാതൊരു തരത്തിലുള്ള കുടുംബ പ്രശ്നവും ഇല്ല എന്നാണ് ഭർത്താവ് പറയുന്നത്. ഈ ഒരു കുടുംബ പ്രശ്നം അല്ലെങ്കിൽ കുടുംബ പ്രശ്നമോ അല്ലെങ്കിൽ മാനസിക പ്രശ്നമോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു കൊലപാതകം എന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ കൊലപാതകത്തിലേക്ക് സന്ധ്യ എത്തിയത് എന്നത് ഇപ്പോഴും കിട്ടാത്ത ഒരു ഉത്തരം തന്നെയാണ്. ആ ഉത്തരത്തിന് വേണ്ടിയുള്ള അന്വേഷണത്തിൽ തന്നെയാണ് പോലീസ് അടക്കമുള്ളത്. ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ തന്നെയാണുള്ളത്. സന്ധ്യയെ ചോദ്യം ചെയ്തു വരികയാണ്. സന്ധ്യയും ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ ഇനിയുള്ള ഉത്തരം, എന്തിനാണ് ഈ കൊലപാതകം നടത്തിയത് എന്നതിനുള്ള ഒരു ഉത്തരം നമുക്കും ലഭിക്കുകയുള്ളൂ. ഇനി അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. MS ശരി വിനയ.
കൊല്ലപ്പെട്ട 3 വയസ്സുകാരിയായ കല്യാണിയുടെ അമ്മ സന്ധ്യ മുൻപും കുട്ടികളെ ക്രൂരമായി ഉപദ്രവിക്കാറുണ്ട് എന്ന് ഭർത്താവ് സുഭാഷ് പറഞ്ഞു. അവളുടെ വീട്ടിൽ വെച്ച് തന്നെ ഉപദ്രവിച്ച കൊച്ചിൻ്റെ ഇളയ കൊച്ചിൻ്റെ ഇവിടെയും മൂത്തവൻ്റെ ഇവിടെയും ടോർച്ചിനടിച്ച് ഇത്രയും വലിയ മുഴയൊക്കെ വന്ന് അവിടെ നിന്ന് അമ്മ ഇവിടെ കൊണ്ടുപോയാക്കിയതൊക്കെ. ഞാൻ 3:30 കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കൊച്ചുകൂടെ ഇല്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവരുടെ വീട്ടിലേക്ക് വിളിച്ചു. ഒരു 5:30-6 മണിയപ്പോൾ ഞാൻ വിളിച്ചത്. അവൾ ഇവിടെ ഇല്ല, കൊച്ചുമില്ല. 10 മിനിറ്റിന് മുമ്പ് എന്നെ വനിതാ ഹെൽപ്പ് ലൈനിൽ നിന്ന് വിളിച്ചു. സന്ധ്യേനെ കാണാനില്ല എന്ന് പറഞ്ഞ് അവർ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞു. അപ്പം അന്നേരം എനിക്ക് സംശയം തോന്നി.